പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കലും കർത്താവിന്റെ വചനമായി കടന്നു വരുവാൻ പിതാവ് കൊടുക്കുന്ന വലിയ കൃപകൾക്കായിട്ട് കർത്താവ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം അനേക ജീവിതങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ വരുത്തിയ കർത്താവിന്റെ വലിയ കൃപകൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം അതിന്റെ പ്രവൃത്തി എല്ലാ മേഖലയിലും, വചനത്തിന് ബന്ധനമില്ല എന്ന് പറയുന്നത് പോലെ വചനം എല്ലാ മേഖലയിലും കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ ഈ നാളുകൾ ദൈവം വിശ്വസനാകൊണ്ട് ഈ നാളുകളിൽ ഓരോ ഭവനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുന്ന ഈ വചനത്തെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതി. നിങ്ങളുടെ ഭവനങ്ങൾ ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ എല്ലാ മേഖലയിലും ദൈവവചനത്താൽ തടസ്സങ്ങൾ മാറുന്നു. ദൈവവചനത്താൽ നിങ്ങളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ മേഖലയിലും ദൈവവചനം വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമെന്ന് രണ്ട് പക്ഷമില്ല. ഇന്ന് നമുക്ക് വചന കേൾവിക്കായിട്ട് നമുക്ക് വേദപുസ്തകം തുറക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് പ്രസംഗിച്ച ഒരു പ്രസംഗ വിഷയം കൂടിയാണ് മാനസാന്തരം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് പ്രകാരം പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് കേൾക്കുമ്പോഴേ ഹല്ലേലൂയ ഒരു വലിയൊരു ഒരു ആശയം തന്നെ അതിനകത്തുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഏകദേശം 50-ലധികം പ്രാവശ്യം മാനസാന്തരപ്പെടുവീൻ എന്ന് ആവർത്തിച്ച് പറയുന്ന അനുഭവങ്ങൾ പുതിയ നിയമപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ മാനസാന്തരത്തിന് ഒരു അമിത പ്രാധാന്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത്യാവശ്യം തന്നെയാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനം ഇടുവാൻ ആർക്കും കഴിയത്തില്ല. എങ്കിൽ തന്നെയും ഈ അടിസ്ഥാനമാകുന്ന യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലാകുന്ന ഹല്ലേലൂയ ആ അടിസ്ഥാനം നമ്മുടെ മേൽ വീഴുന്നതിന് മുമ്പ്, ഏത് സ്ഥലത്താണ് ഒരു വീട് പണിയുന്നതിന് മുമ്പും വീട് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് മൂലക്കല്ലിനെ ആവശ്യം. ഹല്ലേലൂയ. മൂലക്കല്ല് യേശു കർത്താവിനോട് ഉപമിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ ഉപമിച്ചിരിക്കുന്ന ആ മൂലക്കല്ല് ഇടേണ്ട സ്ഥലം ഒരുക്കപ്പെടേണ്ട ഒരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. എന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനം വീഴുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ്, ഹൃദയം ഒരുങ്ങുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തെ പറയുന്ന പേരാണ് മാനസാന്തരം. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മാറ്റമുണ്ട്. ഹല്ലേലൂയ. കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വ്യത്യാസം. ഹല്ലേലൂയ. ഒരു അടിസ്ഥാനം ഒരു വ്യക്തിയിൽ ഇടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു സ്ഥലം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു വീട് പണിയുന്നതിന് മുമ്പ് ഹല്ലേലൂയ അവിടെ ഒരു അടിസ്ഥാനത്തിന്റെ ആവശ്യമുണ്ട്. അടിസ്ഥാനം കരിങ്കല്ല് കൊണ്ട് പണിയുന്നതിന് മുമ്പ് അവിടെ ആ സ്ഥലത്തെ ആ അടിസ്ഥാനം ഇടേണ്ടതിന് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതേ പ്രക്രിയ തന്നെയാണ് മനുഷ്യ ഹൃദയങ്ങളിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. അതിന്റെ പേരാണ് മാനസാന്തരം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ല് നിങ്ങളിൽ ഉറപ്പാക്കുവാൻ, സ്ഥിരപ്പെടുത്തുവാൻ, ഹല്ലേലൂയ നിങ്ങളിൽ സ്ഥിരമായി വാസം ചെയ്യുവാൻ, നിങ്ങളിൽ ആ മൂലക്കല്ല് വീണ് അതിനകത്ത് നിന്ന് നിങ്ങൾ പണിയപ്പെടുവാൻ വേണ്ടിയിട്ട് മനസ്സിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് മാനസാന്തരം. ഹല്ലേലൂയ. ആ മാനസാന്തരം വരുമ്പോഴാണ് പുറമെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ വന്നുവെന്ന് മറ്റുള്ളവർ തന്നെ പറയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കുറിച്ച് മാനസാന്തരം ഇന്ന് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നിശ്ചയമായിട്ട് ആ മാനസാന്തരത്തിന്റെ വചനങ്ങൾ ഇന്ന് ചിലരുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി സംഭവിക്കും എന്ന് രണ്ട് പക്ഷമില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് മാനസാന്തരത്തിന് അധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുവാൻ, പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ എല്ലാ മേഖലയിലും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ എന്താണ് തടസ്സമായി നിൽക്കുന്നത്, ആ തടസ്സത്തെ മാറ്റുന്നതാണ് മാനസാന്തരം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളിൽ കിടക്കുന്ന ചില തീരുമാനങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാൻ നമ്മിൽ തന്നെ കിടക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. അത് നമ്മുടെ തീരുമാനങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീരുമാനത്തിന് വിരോധമായി എന്നിലും നിങ്ങളിലും കിടക്കുന്ന ചില തീരുമാനങ്ങളെ നമ്മൾ എടുത്തു മാറ്റി, അല്ലെങ്കിൽ അതിനെ വെട്ടിയെറിയുന്ന ഒരു അനുഭവത്തിലോട്ട് നമ്മൾ മാറുമ്പോഴാണ് സത്യത്തിൽ യഥാർത്ഥമായിട്ടൊരു മാനസാന്തര ജീവിതം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയം തന്നെ ഒന്നുകൂടെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു ബേസ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ്, ഒരു ബേസ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് വാനം വെട്ടുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. വാനം വെട്ടുന്ന പ്രക്രിയയിൽ മൂലക്കല്ല് ഇടേണ്ട സ്ഥലത്ത് ഹല്ലേലൂയ ഒരുപക്ഷെ ആ വസ്തുക്കാരൻ തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഒരു വേരായിരിക്കാം ആ മൂലക്കല്ല് വയ്ക്കുന്ന സ്ഥലത്ത് ഇടം ചെറുപ്പായിട്ട് നിൽക്കുന്നതെങ്കിൽ പോലും അതിനൊരു വെട്ടുകത്തി എടുത്ത് അതിനെ വെട്ടി മാറ്റുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് മാനസാന്തര ജീവിതം. യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ആ അടിസ്ഥാനം നമ്മുടെ ഉള്ളിൽ ഇടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എത്ര വലിയ ലോകത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഹല്ലേലൂയ അതിന്റെ ചില വേരുകൾ ഒരുപക്ഷെ ആ ഭാഗത്ത് ഇങ്ങനെ ആഴ്ന്നിറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. ആ വേരിനെ വെട്ടി യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനം വീഴുവാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുന്ന ഒരു ജീവിതമാണ്
മാനസാന്തരം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു പക്ഷേ ഈ ക്രിസ്തീയ അനുഭവത്തിൽ ഈ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കാത്ത വ്യക്തിയാകാം. ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, ക്രിസ്തുയേശുവിലുള്ള ആ കർത്താവിന്റെ അവകാശത്തിൽ ആ വലിയ മഹിമാദനം നിങ്ങൾ അനുഭവിക്കുവാൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം? ഹല്ലേലൂയ. അത് നിശ്ചയമായിട്ട് മാറ്റുവാൻ ഒരു മനോഭാവം നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, എന്റെ തീരുമാനം മാറ്റി ദൈവത്തിന്റെ തീരുമാനത്തിന്, എന്റെ തീരുമാനത്തിനെ എടുത്ത് മാറ്റുക. ഹല്ലേലൂയ. അതിനായിട്ട് മനസ്സുകൾ നിങ്ങൾക്ക് ഒരുക്കാമെങ്കിൽ ഹല്ലേലൂയ, നിശ്ചയമായിട്ട് ഒരു ദൈവിക അനുഗ്രഹം, ദൈവിക സമൃദ്ധി നിങ്ങളുടെ ജീവിതങ്ങൾ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണുവാൻ വേണ്ടിയിട്ട് സക്കായി ഇറങ്ങിത്തിരിച്ചു. ഹല്ലേലൂയ. സക്കായിയുടെ ജോലി ചുങ്കം പിരിവുകാരൻ. സക്കായിയെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ വളരെ ധനവാനായിരുന്ന സക്കായി. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ദൈവരാജ്യത്തിൽ കടക്കാൻ ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് ധനവാൻ. ഹല്ലേലൂയ. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞ ഒരു അനുഭവം, ആമേൻ ആമേൻ എന്ന് എടുത്തു പറഞ്ഞ ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ധനവാനായ സക്കായി യേശുവിനെ കാണുവാൻ തന്റെ സാമ്പത്തിക മേഖലകൾ അല്ലെങ്കിൽ താനായിരിക്കുന്ന ആ മേഖല, തിരക്ക് പിടിച്ച അനുഭവങ്ങളെ മാറ്റിവെച്ച് കർത്താവിലേക്ക് തിരിയുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതേ അനുഭവം നിങ്ങളുടെ ജീവിതങ്ങൾ വെളിപ്പെടുമ്പോൾ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കാനുള്ളത്. ഹല്ലേലൂയ. അതിന്റെ അവസാനം നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് സക്കായിയുടെ ഭവനത്തിലേക്ക് വരുന്നു, എന്നിട്ട് പ്രകാരം പറയുന്നു, ഹല്ലേലൂയ, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഈ വീടിൽ നിന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് ഹല്ലേലൂയ, ധനവാൻ ഒരിക്കലും കയറില്ലെന്ന് പറഞ്ഞ ആ ദൈവരാജ്യത്തിന്റെ അനുഭവം, ആ രക്ഷയുടെ അനുഭവം ഹല്ലേലൂയ സക്കായിക്ക് എങ്ങനെയാണ് കിട്ടിയത്? അവന്റെ തിരക്കേറിയ അനുഭവങ്ങൾ മാറ്റിവെച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. കർത്താവിനെ കാണുവേണ്ട ഒരു മനസ്സ് ഹല്ലേലൂയ അവനെ ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുവാൻ പ്രേരിപ്പിച്ചു. ഹല്ലേലൂയ. ആ മനസ്സ് പ്രേരിപ്പിച്ച മുഖാന്തരം അത് പുറമെ ആക്ട് ചെയ്തു. ഹല്ലേലൂയ. അത് പ്രവൃത്തിയിൽ വന്നു. ഹല്ലേലൂയ. ആ പ്രവൃത്തിയിൽ വന്നപ്പോൾ സക്കായി സകല സാഹചര്യങ്ങൾ മാറ്റിവെച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഈ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇതുപോലെ ഇന്ന് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ, കർത്താവിന്റെ സന്നിധിയിൽ സമയം മാറ്റിവെക്കാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ വിഷയത്തെ വെട്ടിയിറങ്ങി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ വചനങ്ങൾ ധ്യാനിക്കുവാൻ, കർത്താവിന്റെ വചന പ്രഘോഷണങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ഇന്നാൾ സമയം സ്പെൻഡ് ചെയ്താൽ നിശ്ചയമായിട്ട് ആ സമയം ദൈവസന്നിധി ഏറ്റവും വിലയേറിയത്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധ വെച്ച് കാണുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവം നിശ്ചയമായിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കഴിയുന്ന ആളുകളിൽ ഹല്ലേലൂയ ഏതെങ്കിലും തിരക്കിന്റെ അനുഭവങ്ങൾ, ഹല്ലേലൂയ ഏതെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് ലോകത്തിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിലേക്ക് നാളുകളിൽ തിരിയേണ്ട സമയമാണ്. അതിനൊരു ഒരുക്കം ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം നിങ്ങളുടെ മേൽ വീഴുവാൻ എന്താണ് തടസ്സം? ആ തടസ്സത്തെ മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ നാളുകൾ നിങ്ങൾ ഒരുങ്ങിയാൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പലപ്പോഴും മാനസാന്തരപ്പെടാത്ത ചില ഭാഗങ്ങളെ ശാസിച്ചു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് പ്രകാരം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. വീട് പണിക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചു, പക്ഷെ അടിസ്ഥാനം ഇടേണ്ട സ്ഥലം ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു വനിൽ അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവരെ ശാസിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെ നമ്മൾ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഹല്ലേലൂയ ഒരു മനുഷ്യനെ പണിയേണ്ടതായിട്ടുള്ള എല്ലാ നന്മകളെ ഒരിടത്ത് ഇറക്കി വയ്ക്കുന്നു. ഹല്ലേലൂയ. അനേകർക്ക് നൽകുന്നു. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അനേക പട്ടണങ്ങളിൽ ചെയ്തു. ഹല്ലേലൂയ. അവിടെ നടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആഗ്രഹം ഞാനാകുന്ന അടിസ്ഥാനം അവരുടെ ഉള്ളിൽ വീഴുവാൻ അവരുടെ മനസ്സ് ഒരുങ്ങപ്പെടണം. പക്ഷെ അത് ഒരുങ്ങപ്പെടാത്തതുകൊണ്ട് യേശു കർത്താവ് തന്നെ ശാസിച്ചതായിട്ട് ബൈബിൾ പറയുന്നു. മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങളെ യേശു കർത്താവ് ശാസിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. എടുത്താട്ടെ വിശുദ്ധ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ഹല്ലേലൂയ. എല്ലാം ഒരുക്കി. ഹല്ലേലൂയ. ആവശ്യമായ എല്ലാ നന്മകളും കൊടുത്തു. ഹല്ലേലൂയ. എന്നാൽ യേശുവാകുന്ന അടിസ്ഥാനം വീഴേണ്ട ഹൃദയം ആരുടെയും ഒരുങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. പട്ടണങ്ങളുടെ ഒരുങ്ങിയിട്ടില്ല, മനുഷ്യന്റെ ഹൃദയങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം കണ്ടപ്പോൾ ഹല്ലേലൂയ എല്ലാം ഒരുക്കി വെച്ച യേശു കർത്താവ് തന്നെ അവരെ ശാസിച്ചതായിട്ട് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാനസാന്തരത്തിന് അത്രത്തോളം പ്രാതിനിധ്യം ദൈവം കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്നുള്ള ജീവിത ശൈലിയിൽ നിന്ന് ഹല്ലേലൂയ കർത്താവിന് ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു വലിയൊരു മാറ്റത്തിന്റെ ആവശ്യം. ഹല്ലേലൂയ. കർത്താവിനോട് കൂടി അധികം പറ്റിയിരിക്കുവാൻ, കർത്താവിനെ കാണുവാൻ, കർത്താവിൽ നിന്ന് ചിലർ കേൾക്കുവാൻ, കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. ദിവസത്തിൽ ലോകപ്രകാരം നടക്കുന്ന ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ അതിൽ നിന്ന് വേർപെട്ട്
കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ, മർമ്മങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുവാൻ, കർത്താവിന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം ഇവ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ ഈ നാളുകൾ നമ്മൾ സമയം ചെലവഴിക്കുകയാണ്. നിശ്ചയമായിട്ട് അതൊരു മാനസാന്തരത്തിന് തക്കതായ ഒരു ഫലമായിട്ട് ദൈവസന്നിധിയിൽ കണക്കിടാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു വിഷയം പുറമെ നമ്മുടെ ജീവിത പ്രകൃതി, ജീവിത ചര്യകൾ, ഹല്ലേലൂയ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ജീവിത ശൈലികൾ, ഹല്ലേലൂയ, നമ്മുടെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിത ശൈലിയിൽ ഒരു വിഷയം ജഡത്തിന്റെ ഇഷ്ടപ്രകാരം, ജഡത്തിന് സുഖം കൊടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, ലോകപ്രകാരമുള്ള ഒരുപാട് ചിന്തകൾ, ഹല്ലേലൂയ, ഇവയാണോ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് അടുത്തു വരുവാൻ തടസ്സമായി വെല്ലുവിളിക്കുന്നത്? അതിനെ മാറ്റുവാനും ഈ നാളുകളിൽ നമ്മുടെ മനസ്സുകൾ ഒരുങ്ങപ്പെടട്ടെ. ഹല്ലേലൂയ. ഏത് മേഖലയിലാണ് കർത്താവിനോട് കൂടെ നിൽക്കേണ്ടതിന് പകരം ലോകം നമ്മളെ മാടി വിളിക്കുന്നത്? ആ അനുഭവങ്ങളെ മാറ്റി നിശ്ചയമായിട്ട് കർത്താവിന്റെ സന്നിധി നമ്മൾ വരുന്നുണ്ടെങ്കിൽ ദൈവിക അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നത് ചെയ്യും. ഹല്ലേലൂയ. ഇത് വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർ പോലും അത് വ്യക്തമായിട്ട് അതിന് അധികം പ്രാധാന്യം കൊടുത്ത് അനേകരെ പഠിപ്പിച്ചതായിട്ട് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ഇതിന് പ്രാധാന്യം കൊടുത്ത് പ്രസംഗിച്ചു. അപ്പോസ്തലന്മാരും അപ്രകാരം തന്നെ പ്രസംഗിച്ചതായിട്ട് ബൈബിൾ പറയുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 26-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 26:20. ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങൾ മാനസാന്തരത്തിന് തക്കതായ പ്രവൃത്തികൾ ഈ നാളുകളിൽ വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വ്യക്തിപരമായി ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ചെയ്യും. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ചില മേഖലകളിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില ആചാര അനുഷ്ഠാനങ്ങൾ ദൈവം പുറത്തു. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലയിലാണ് അതെല്ലാം ഓരോന്നായിട്ട് ദൈവവചനത്തിന്റെ ആഴങ്ങൾ നമ്മെ പഠിപ്പിക്കും. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിഗ്രഹാരാധന, ഹല്ലേലൂയ, എവിടെയാണ് വിഗ്രഹ ദൈവമല്ലാത്തതിനെ സേവിക്കുന്ന അനുഭവങ്ങളുള്ളത് അതെല്ലാം മാറ്റി നിശ്ചയമായിട്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ഈ നാളുകൾ ദൈവമക്കൾ, ഹല്ലേലൂയ, ഓരോ മക്കളും തിരിയേണ്ടത് ഏറ്റവും അത്യാവശ്യം. ഹല്ലേലൂയ. കർത്താവിലേക്ക്, സത്യ ദൈവത്തിലേക്ക്, ആത്മാവാകുന്ന ദൈവത്തിലേക്ക് തിരിയേണ്ടത് അത്യാവശ്യമാകുന്നു. ഹല്ലേലൂയ. മിഥ്യാമൂർത്തികൾ പലപ്പോഴും നമ്മളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ അപ്രകാരം ആ ആചാര അനുഷ്ഠാനം ചെയ്തില്ലെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇന്ന ദോഷമുണ്ടാകുമെന്ന് ലോകപ്രകാരം ലോകത്തിന്റെ പ്രഭു നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുമ്പോൾ ഈ നാളുകളിൽ സത്യത്തിലേക്ക് ദൈവമക്കൾ തിരികെയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, ഇത് ചെയ്യുവാൻ കഴിയാതെ, ഒരുമിച്ച് കൂടുവാൻ കഴിയാതെ ഭവനങ്ങൾ ഒതുക്കപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, ഇതൊന്നും നമുക്ക് ചെയ്യാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവിക അനുഗ്രഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഹല്ലേലൂയ. എങ്ങനെയെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. നമ്മൾ ഉറച്ചു നിൽക്കുന്നത്, ഹല്ലേലൂയ, കർത്താവിലാണ്. ഹല്ലേലൂയ. ആത്മാവായ ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്. നമ്മുടെ ആത്മാവിൽ ബലം നൽകി, ആത്മാവിൽ ആത്മീയ ചിന്തകൾ നൽകി, ഹല്ലേലൂയ, ഭയപ്പെടേണ്ടെന്ന് ഓരോ ദിവസവും പ്രചോദനം നൽകി നമ്മളെ മുന്നേറ്റത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിലേക്ക് തിരിയുവാൻ ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിലേക്ക് തിരിയുക, അത് നമ്മൾ ഒരിക്കലും നിരസിക്കരുതെന്ന് ലേഖനത്തിലൂടെ പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ, നമ്മൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ, എല്ലാവരും മനം തിരിഞ്ഞ് കർത്താവ് ദൈവത്തിലേക്ക് തിരിയണമെന്ന് അവൻ ഇച്ഛിച്ചു. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ലോകപ്രകാരം എത്ര കൊടിയ പാപിയായിക്കോട്ടെ, ഹല്ലേലൂയ, എത്ര വലിയ കൊലപാതകയായിട്ടോ, ഹല്ലേലൂയ, എത്ര വലിയ മദ്യപാനിയായിക്കോട്ടെ, എത്ര വലിയ മോഷ്ടാവായിക്കോട്ടെ, എത്ര വലിയ വ്യഭിചാരിണിയായിക്കോട്ടെ, ഹല്ലേലൂയ, ഏത് നിലവാരത്തിലാണെങ്കിലും അത് തിരിഞ്ഞ് കർത്താവിലേക്ക്, ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ കർത്താവിലേക്ക് തിരിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിനെ ഒരിക്കലും നമ്മൾ നിരസിക്കരുതെന്ന് ബൈബിൾ പറയുന്നു. വചനം എടുത്താട്ടെ, റോമർക്ക് ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അല്ല ദൈവത്തിന്റെ ദയ, ദൈവം നമ്മോട് കാണിക്കുന്ന ദയയാണ്. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നീ ചെയ്തിട്ടും, ഹല്ലേലൂയ, ഇന്നും
സുഖമായിട്ട് ക്ഷേമമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ മിടുക്കായിട്ട് കാണരുത്. ദൈവം നീ മാനസാന്തരപ്പെടും, നീ ഇന്നല്ലെങ്കിൽ നാളെ നീ മടങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതം പന്നിക്കൂടാകാം, ഇന്ന് നിന്റെ ജീവിതം മദ്യത്തിന്റെ ലഹരിയാകാം, ഹല്ലേലൂയ, ലോകത്തിന്റെ മോഹങ്ങളാകാം. എങ്കിലും നീ ഇത് വിട്ട് അപ്പന്റെ അടുക്കിലേക്ക് വരുമെന്ന്, ഹല്ലേലൂയ. ഈ അപ്പൻ ഓരോ ദിവസവും ദീർഘക്ഷമയോടുകൂടി ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നാളുകൾ ആ ദീർഘക്ഷമയെ നീ മനസ്സിലാക്കുമ്പോൾ ആ ദീർഘക്ഷമയെ ഒരിക്കലും നിരസിക്കരുത്. ഹല്ലേലൂയ. ആ ദയെ നീ നിരസിക്കാതെ ആ ദയെ നീ ഉൾക്കൊണ്ടുകൊണ്ട് കൈക്കൊണ്ടുകൊണ്ട് മുന്നേറിയ നിശ്ചയമായിട്ട് അപ്പന്റെ ഭവനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പന്നിക്കൂട്ടിലെ ജീവിതമല്ല, ഹല്ലേലൂയ, പന്നിക്കൂട്ടിലെ വിഷമമല്ല, പന്നിക്കൂട്ടിലെ കരച്ചിലല്ല. അപ്പന്റെ ഭവനത്തിൽ സന്തോഷത്തിന്റെയും ആർപ്പിന്റെയും ജയഘോഷത്തിന്റെയും ഘോഷത്തിലേക്ക് ദൈവം നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. നിശ്ചയമായിട്ട് ആ കർത്താവിന്റെ കൃപയിലേക്ക് വരുവാൻ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി. നിങ്ങളുടെ അടുക്കൽ ആ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മുഴുവൻ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഒന്ന് ചലിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കുകയാണ്, അതിനുവേണ്ടി ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ആ ഭവനം പണിക്ക് വേണ്ടി ദൈവം അയച്ച ഒരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ, ഹല്ലേലൂയ, ഒരു പക്ഷെ പണിക്കാർക്ക് കഴിഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ, കാര്യസ്ഥൻ അതിനെ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യസ്ഥൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും എന്താണ് അവിടെ വേണ്ടാത്തത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെ ക്രമപ്പെടുത്തണം എന്ന് നമ്മെ ഓരോ ദിവസവും ബുദ്ധി ഉപദേശിച്ച് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധവരുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ മേൽ വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാനസാന്തരത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. മാനസാന്തരത്തിന് അധിക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികളെ മാറ്റി കർത്താവിനോടുകൂടി അധികം അടുത്ത് നിൽക്കുവാൻ കർത്താവെ നിന്റെ ആത്മാവ് ഞാൻ ശരണപ്പെടുന്നു. നിന്റെ ആത്മാവ് അതിനായിട്ട് എന്നെ സഹായിച്ചട്ടെ. ഹല്ലേലൂയ. അതിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധാത്മാവെ നീ തന്നെ മാറ്റിയാട്ടെ. അതിന് വിരോധമായ എല്ലാ ബന്ധങ്ങളെ നീ തന്നെ വിച്ഛേദിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും കർത്താവിന്റെ വലിയ കൃപ അതിശക്തമായിട്ട് ഓരോ മക്കളുടെ മേലും പകരുവാൻ ഈ നാൾ ദൈവത്തിന്റെ ആത്മ സഹായിക്കും എന്ന് രണ്ടു പക്ഷമില്ല. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തെ സ്തുതിക്കുന്ന പിതാവേ, അവിടുത്തെ വലിയ കൃപ ഓരോ മക്കളുടെ മേലും പകരുന്ന കൃപയ്ക്കാണ് പിതാവേ. കർത്താവേ, കർത്താവിനോടുകൂടി അടുക്കുവാൻ ജീവിതത്തിൽ വലിയ വലിയ വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിനെല്ലാം മാറ്റിവെക്കണം. ഹല്ലേലൂയ. ഒരുപാട് പാപപ്രവൃത്തികളുണ്ട്, അതിനെല്ലാം മാറ്റിവെക്കണം. കർത്താവേ, നീയെ തുണ, നീ അല്ലാതെ മറ്റൊരു ജീവിതമല്ല. നിന്നിൽ ആശ്രയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്നിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ, നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നീ മുഖാന്തരം ഹല്ലേലൂയ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, എന്റെ ഉപജീവന മേഖല മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, പുതിയ വഴികൾ തുറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും കർത്താവിന്റെ വലിയ കൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കുന്ന, ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മദ്യപാനം നിർത്തണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, വിഗ്രഹ ആരാധനകൾ നിർത്തണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ കൃപ ഈ സമയത്ത് വെളിപ്പെടുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോക രാജ്യങ്ങൾ കർത്താവേ മാനസാന്തരത്തിന് വേണ്ടി, മാനവരാശിയുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും കർത്താവിന്റെ കൃപ വെളിപ്പെടുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഓരോ മക്കളെ നിയന്ത്രിച്ചാൽ എല്ലാ മക്കളുടെ മേലും തേജസ് കൂടെ ഇരിക്കും, കൃപ കൂടെ ഇരിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.